ചാനൽ ആൻഡ് ഈ ക്യാമറ വെച്ചിരിക്കുന്ന പൊസിഷൻ കുറച്ചൊരിതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ താഴ്ന്നാണ് ക്യാമറ ഇരിക്കുന്നത്. കാരണം ഈ ഒരു സൈഡിലാണ് ഞാൻ സാധാരണ ക്യാമറ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വെട്ടമില്ല ഇവിടെ വെച്ചാൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ്. അതാണ് ഇങ്ങനെ വെച്ചത് ക്യാമറ. ആൻഡ് സോറി ഫോർ ഇത്രയും ദിവസത്തെ ഡിലേ വന്നതിന്. ബിക്കോസ് വീട് മാറുന്ന ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ബിസിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ. അതാണ് ഇത്രയും ദിവസം ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. അതാണ് മെയിൻ തിങ്. ഇത്രയും ദിവസം ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി. ഇത്രയും ദിവസം ഞാൻ പഠിച്ചിട്ടുമില്ല, റെക്കോർഡും തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു ചോദിച്ചാൽ അമ്മയും അച്ഛനും അവിടെ പോകും. അപ്പം ഞാനും അനിയത്തിയേ ഉള്ളൂ ഇവിടെ. അങ്ങനെ അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ആൻഡ് ഇന്ന് മുതൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇന്നിപ്പോൾ 27, ഐ തിങ്ക് 5 days ആണ്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് ഒരുപാട് വിഷസ് അയച്ചു. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമുക്ക് ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ വന്നു. എനിക്കിടാൻ പറ്റിയില്ല. ട്രയൽ അലോട്ട്മെൻറ്റിനെ പറ്റി ഇടണം എന്ന് എനിക്കുണ്ടായിരുന്നു. ബട്ട് എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണും, എന്നാലും ഞാൻ പറയുകയാണ് ഒന്നുകൂടെ. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സമയമാണ് ഈ ഒരു സമയം. ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ നമ്മളൊരു സ്കൂൾ തിരഞ്ഞെടുത്തത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് എഡിറ്റ് ഓപ്ഷൻ ഉള്ള സമയത്ത് നമുക്ക് ആ സ്കൂൾ മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ചെയ്യേണ്ടത്. ആൻഡ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഒക്കെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ പോയിന്റ് നമ്മുടെ ഇൻക്രീസ് ചെയ്യണം. ഓരോ പോയിന്റ് കൂടുമ്പോൾ നമ്മുടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഫുൾ A+ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ USS, LSS, ലിറ്റിൽ കൈറ്റ്സ് അതിൻ്റെ എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വെക്കുക. ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഈ ഒരു സമയത്തല്ല, ഈ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്തല്ല, അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ ചെന്ന് അവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ ഈ ഉള്ള ഡേറ്റ ഫുൾ ചോദിക്കും. നമ്മൾ എന്തൊക്കെ ടിക്ക് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് അവിടെ ചോദിക്കും. അവിടെ ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല എങ്കിൽ അവർ നമ്മളെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് അലോട്ട്മെൻറ്റിൽ നമുക്ക് പിന്നെ സ്ഥാനമില്ല. അതാണ് നമ്മൾ പറയുന്നത്, എല്ലാം സത്യസന്ധമായി മാത്രം കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. ആൻഡ് ഇപ്പം നിങ്ങളുടെ ആധാർ കാർഡിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും 2 അഡ്രസ്സ് രണ്ടായിട്ട് എന്തെങ്കിലും തിരുത്ത് വല്ലതും ഉണ്ടെങ്കിൽ, ആൻഡ് ഇപ്പോൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും അഡ്രസ്സിൻ്റെ സ്പെല്ലിങ് വേറെയാണ്. ഞാൻ SSLC ഇതിൽ കൊടുത്തത് ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സിൻ്റെ സ്പെല്ലിംഗ് ആണ്. ആൻഡ് അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആധാറിലുള്ള സ്പെല്ലിങ് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയും SSLC സർട്ടിഫിക്കറ്റിൻ്റെ ആയിട്ട് ചേഞ്ച് ചെയ്യണം. ആ സെയിം തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിയുമ്പം പാസ്പോർട്ട് എടുക്കുന്ന സമയത്തും അങ്ങനെ അങ്ങനെയുള്ള നമ്മൾ ഇനി അങ്ങോട്ടുള്ള പഠിത്തത്തിൻ്റെ ഒക്കെ ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളും സ്പെല്ലിംഗ് മിസ്റ്റേക്കും എല്ലാം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക. ആൻഡ് പിന്നെയും ഞാൻ എടുത്തു പറയാണ്, ഏറ്റവും പോവാൻ താല്പര്യമുള്ള, ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്ന സ്കൂളിൽ മാത്രം അങ്ങനെ പോകാൻ താല്പര്യമുള്ള സ്കൂൾ മാത്രം ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുക. പിന്നെയും പറയാം, ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുന്ന സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ സ്കൂളിൽ തന്നെ പോവുക മാത്രമേ ഉള്ളൂ വഴി. വേറെ ഒരു സ്കൂളിൽ നമുക്ക് മാറാൻ പറ്റില്ല. ആൻഡ് ആ സ്കൂളിൽ പോകണ്ട എന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് സ്കൂള് കിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് അലോട്ട്മെൻറ്റിലൊരു കിട്ടില്ല. പിന്നെ അലോട്ട്മെൻറ്റിൽ നമുക്കൊരു സ്ഥാനമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ആൻഡ് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും ചെയ്യാനുണ്ടെങ്കിൽ ടൈം തീരുന്നതിന് മുമ്പ് ചെയ്യുക.
ആൻഡ് ഇപ്പോൾ ചിലപ്പോൾ സൈറ്റൊക്കെ ബ്ലോക്ക് ആയിരിക്കും. ആൻഡ് യൂസർ നെയിമും പാസ്വേഡും സൂക്ഷിച്ച് വെക്കുക. യൂസർ നെയിമും പാസ്വേഡും മറന്നു പോയെങ്കിൽ നമുക്ക് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. ആൻഡ് യൂസർ നെയിം മറന്നു പോയെങ്കിലും അതിനകത്ത് നമുക്ക് എന്താണ് നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്ത നമ്പറാണ് യൂസർ നെയിം, അത് കിട്ടാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. ഗെറ്റ് യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട് അതിനകത്ത്. അതെല്ലാം ചെയ്യുക ആൻഡ് എല്ലാം കറക്റ്റായിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ ഗ്രേഡ്സ് ഒക്കെ എന്നെ അറിയിച്ചു. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഫുൾ A+ ഇല്ലെന്നും പറഞ്ഞ് ഇനിയും വിഷമിച്ചിരിക്കരുത്. ഇനി നമ്മൾ +1 +2 ആണ് നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യേണ്ടത്. 10th പോലെ അല്ല +1 +2 നല്ല ടഫാണ്. നല്ലപോലെ എഫോർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ താങ്ക് യു.